ആൾക്കാരെ മുമ്പ് വെച്ച് തട്ടി മാറ്റി. വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും പുള്ളി ഭയങ്കര ദയനീയമായിട്ട് എന്നെ നോക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടത്. ഇത്രയും വലിയ ഫോട്ടോഷൂട്ടും ഒക്കെ ഇട്ട് എല്ലാവരും വന്ന് നിന്നപ്പം നമ്മൾ അതിനകത്തൊരു പോരായ്മ എല്ലാവരും കണ്ടല്ലോ. ഇത് എല്ലാവരും മുമ്പ് വെച്ചാണ് ഇത് ഇത്രയും പേര് ഷൂട്ടും ചെയ്ത്. ചേച്ചി ഇങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. പുതിയ ചുരിദാറും പുതിയ പാൻസൊക്കെ ഇട്ട് കിടക്കുവാണ്. പുതിയ വേഷമാണ്, പുതിയ ഡ്രസ്സാണ്. ഒരുപാട് പുതിയതല്ല, കുറച്ച് നമ്മൾ വരുന്ന പ്രമാണിച്ചിട്ടാണ് ഇത്. കയ്യിലൊക്കെ നിറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. അയ്യോ, രണ്ട് വളയുള്ളു. അല്ല, എപ്പോഴും ഒരുങ്ങി നടക്കുന്ന ഇതല്ലേ? നല്ല വൃത്തിയായിട്ട് നടക്കും. വൃത്തിയായിട്ട് നടക്കും എവിടെ പോയാലും. എവിടെ പോയാലും കുഴപ്പമില്ല. ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ല ചെത്തിയേ പോകത്തുള്ളൂ. മുമ്പ് അങ്ങനെ ആയിരുന്നു. ഇപ്പം ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് പോകുന്നില്ല. എന്താ ഒരു മുഖത്തൊരു വിഷമം പോലെ? എന്താ ചേച്ചി? അതെ, നീ അടുത്ത കാലത്തൊരു പ്രോഗ്രാമിന് പോയി. അപ്പം മറ്റേ നമ്മുടെ ജഗദീശ്വരൻ സാറിൻ്റെ മോൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു ഉദ്ഘാടനം. അപ്പം അതിന് പോയപ്പോഴേ ജഗതി വീട്ടിൽ പോയിരുന്നു. അല്ല, ഷോറൂമിലാണ് പോയത്. അത് വെമ്പായത്തായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു പ്രമുഖ നടി ഇങ്ങനെ വന്ന്. നടിയുടെ പേര് പറഞ്ഞു, എല്ലാവർക്കും അറിയാം. നടിയാ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, നടിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഒരു സോണിയ എന്നാണ് പേര്. സോണിയ മൽഹാറാണോ? അതെ, സോണിയ മൽഹാർ. അപ്പോൾ പുള്ളിക്കാരെ ഇങ്ങനെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറി അങ്ങോട്ട് നിന്നപ്പോഴും. ചേച്ചി, ആ സോണിയ മൽഹാർ വാർത്തയിലൊക്കെ നിറഞ്ഞ ആളല്ലേ? അതെ, അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല, പിന്നീടാണ് എനിക്ക് ആളെ മനസ്സിലായത്. പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ നിന്നപ്പം പിന്നെ അങ്ങ് അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ജയശ്രീമാർ വരും. അപ്പോൾ പുള്ളി അതിൽ നിന്ന് നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നവരൊക്കെ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് മാറിക്കൊണ്ടെന്നു. അതിന് പെട്ടെന്ന് തന്നെ ജയശ്രീമാർ സാർ വന്ന ഉടനെ തന്നെ പുള്ളി ഒരു വീൽചെയറിനകത്ത് ഇരുത്തി അവിടെ കൊണ്ടുവന്നു. ഇത് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ, അല്ല, പത്രദീപം തെളിച്ച് ഉൾക്കടാൻ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കൂടെ നിന്നു. അങ്ങനെ കുറേ പേര് ഫോട്ടോ എടുത്ത് മാറി. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നോളം പറഞ്ഞു. അങ്ങനെ നിന്ന് ഫോട്ടോ ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അത് ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞതാണ്, ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ നിന്ന് ആൾക്കാർ മാറി. ഇവർ അവിടെ പുകവേലെ ആൾക്കാരും ഇവർ ഈ ആർട്ടിസ്റ്റും കൂടെ വന്ന് നിന്നത് ഞാൻ കണ്ടില്ല ശരിക്കും. ഞാൻ അങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആണ് എന്നെ തോളിലിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുക, ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞു. അപ്പം ഞാൻ എന്തോ അപ്പം എനിക്കൊരു വിഷമം തോന്നി. ഇതെന്ന് വെച്ചാൽ ഇത് ആൾക്കാരെ മുമ്പ് വെച്ച് തട്ടി മാറ്റി. അപ്പം ഇത് മുഴുവൻ ലൈവായിട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിപ്പോ ഇതായിപ്പോയല്ലോ, ഒരു ചമ്മല. ഞാൻ വിചാരിച്ചോ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും നമ്മളടുത്തൊക്കെ മാറാൻ പറഞ്ഞത് എന്ന് ഞാൻ ഇങ്ങനെ. മോൻ ഞാൻ അപ്പോഴും മാറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് എനിക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും പുള്ളി ഭയങ്കര ദയനീയമായിട്ട് എന്നെ നോക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടത്. പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ട്. പുള്ളി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം പുള്ളിക്കുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ മാറിയെന്ന്. ചേച്ചിക്ക് അന്നേരം എന്തോ തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ നടിയോടൊപ്പം നിൽക്കാൻ പറ്റുന്നൊരു രൂപം അല്ല, അതിലൊരു വിഷമമാണോ? അല്ല, അവരിത്രയും വലിയ ഫോട്ടോഷൂട്ടും ഒക്കെ ഇട്ട് എല്ലാവരും വന്ന് നിന്നപ്പം നമ്മൾ അതിനകത്തൊരു പോരായ്മ ഉള്ള ഒരാളാണെന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് അതുകൊണ്ടാണ് നമ്മളെ മാറ്റിയെന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ചേച്ചിക്ക് അപ്പോൾ ചേച്ചിയുടെ രൂപത്തിനുള്ള ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു വിഷമോ? അല്ല, ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എല്ലാവരും കണ്ടല്ലോ, ഇത് എല്ലാവരും മുമ്പ് വെച്ചാണ് ഇത് ഇത്രയും പേര് ഷൂട്ടും ചെയ്ത്, അങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്ത് ഇത് ഇടുവെന്നുള്ളത് ഞാൻ. ചേച്ചിക്ക് പണ്ടൊക്കെ സ്കൂളിലൊക്കെ അവിടെ പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുമായിരുന്നു ഇങ്ങനെ? സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ കളിയാക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇങ്ങനെ നോക്കും, വിചിത്രജീവി എന്നുള്ള മട്ടിൽ. ചില കുട്ടികളൊക്കെ വന്ന് ചോദിക്കും എത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കും. പിന്നെ ചിലര് എന്നെ പോലെ പൊക്കമുള്ള ആൾക്കാർ വേറെ ഉണ്ടേ. അപ്പൊ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചുകൊണ്ട് ചിലര് വന്ന് തോളി തട്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഇപ്പൊ എവിടെ താമസിക്കുന്നത് എന്നൊക്കെ. അപ്പം നമ്മൾ ശരിക്കും സ്റ്റണ്ടായി പോകും, നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാകുന്നത്. പക്ഷെ എന്നെ പോലെ
അതേ ഇതേ സ്ഥലത്തിരിക്കുന്ന ആൾക്കാരോ അവരെ വീട്ടിനടുത്ത് അവർക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പൊ ആ ഒരു ഇതിലാണ് അവര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. ചേച്ചി ശരിക്കും ഇങ്ങനെയുള്ള സഹതാവ് ആൾക്കാർ സഹതാവ് നോട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഇല്ല സഹതാവൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു പാവം ഉയരമില്ലാത്ത ഒരാളെന്നൊക്കെ കേൾക്കുന്നത് അതൊന്നും അതിലൊന്നും കാര്യമില്ല. അതാണ്. അപ്പൊ ഞാന് ഇതിനകത്ത് എനിക്കുള്ളതെന്ന് വെച്ചാൽ ആൾക്കാർ നമുക്ക് ഒരു ഇതുണ്ട്. അതുകൊണ്ട് ആ ഒരു വികലാംഗ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ആ ഒരു ഇതിൽ മാറ്റി നിർത്തുകയാണ്. ചേച്ചിക്ക് വയ്യായ ശരിക്കും ശരീരം സുഖമില്ല അല്ലേ? ശരിക്കും സുഖമില്ല. ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. എന്നിട്ട് പോലും അവിടെ പോയി അവിടെ പോയി അതിനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ആയി. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ജഗതി ചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ നല്ല സ്വീകരണമായിരുന്നു. ജഗതി ചേട്ടന്റെ മകനൊക്കെ നന്നായിട്ട് സ്വീകരിച്ചു. വീട്ടിൽ പോയില്ലേ? അല്ല, ഒരു ഷോപ്പിൽ പോയപ്പോ സ്വീകരണമായിരുന്നു. നല്ല സ്വീകരണമായിരുന്നു. ഫാമിലിയൊക്കെ നല്ല ഇതായിരുന്നു. നല്ലവണ്ണമൊക്കെ ഇത് ചെയ്തു പരിചയപ്പെട്ടു. അല്ല, ഈ വീഡിയോ ഭയങ്കര വൈറലായല്ലോ. ഈ നടി വിളിച്ച് ക്ഷമാപണമൊക്കെ നടത്തിയായിരുന്നോ? ചേച്ചിക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമല്ല. വീഡിയോ ചെയ്ത് ചേച്ചി ഒന്ന് അറിയിക്കണം. യൂട്യൂബിലൊന്നും എന്താ പറഞ്ഞു അറിയിക്കണം. ഇങ്ങനെ ഞാൻ സോണിയായിട്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സോണിയെ പറ്റി ഒരുപാട് ആളുകൾ തെറി വിളിക്കുകയും ഒരുപാടൊക്കെ ആക്ഷേപങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഇതായിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇഷ്യൂ ഒന്നുമില്ല. എന്നാലും ചേച്ചിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു വേദന ഉണ്ടോ ഓർക്കുമ്പോൾ? വേദന ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ എനിക്കതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഞാനിപ്പോൾ അതൊക്കെ കളഞ്ഞു. ഒരുപാട് പേര് ഇപ്പം 3 ആയി. അല്ല, ഒരുപാട് പേര് ആശ്വസിപ്പിച്ചോ? ആശ്വസിപ്പിച്ചോ അല്ലേ? ആശ്വസിപ്പിച്ചെന്നുള്ളതല്ല, ഇത് വെച്ചുകൊണ്ട് ഇത് പലരും കണ്ടു. ഇപ്പം ബന്ധുക്കളും ആൾക്കാരും എല്ലാം കണ്ടു. അവരിതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഇതെവിടെയാണ് പോയത്, ഇതെന്താണ് സംഭവം, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്താണ് കാരണമെന്നൊക്കെ ചോദിച്ചും കൊണ്ട് ഇങ്ങനെ പലയിടത്തുനിന്നും ഇപ്പോഴും ഫോൺ വിളിയും ആൾക്കാരും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഷോർട്ട് എനിക്ക് അയച്ചു തരികയാണ് വാട്സപ്പിൽ. ബന്ധുക്കളാണെങ്കിലും പരിചയക്കാരാണെങ്കിലും. അപ്പോൾ പലരും ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. ചേച്ചി ചോദിക്കും പറയല്ലേ, ഇപ്പൊ ചേച്ചിക്ക് ഒരു ചെറിയൊരു സംഭവമാണ് ഇങ്ങനെയുള്ള മാറ്റി നിർത്തല്. സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എന്നത്രയും പൊക്കമില്ല, എന്നത്രയും കോട്ട് സൂട്ടും ഇല്ല എന്ന് മാറ്റി നിർത്തുന്ന ചില വേദനയ്ക്ക് അനുഭവം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായി. ഇങ്ങനെ അനുഭവിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ അനുഭവിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ഒരു കുറവായിട്ട് കാണരുത്. ഇത് നമുക്ക് ഈശ്വരൻ തന്നതാണ് നമുക്ക്. പക്ഷെ ഒന്നിനും നമ്മൾ പുറകോട്ട് മാറി നിൽക്കരുത്. എല്ലാത്തിനെയും അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് തന്നെ പോവുക. ശരി, ഈ മാറ്റി നിർത്തുന്ന ആൾക്കാരോടോ, സോണിയെ പോലെയുള്ള മാറ്റി നിർത്തുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? മാറ്റി നിർത്താനുള്ള ആൾക്കാരോട് പറയാനുള്ളത്, അവരെ പോലെ തന്നെയാണ് നമ്മളെപ്പോലെയുള്ള പൊക്കം കുറഞ്ഞ ഈ വികലാംഗരായ ആൾക്കാരും. ഈ സാധാരണ ഉള്ള ആളുകൾക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും ഈ പൊക്കം കുറഞ്ഞ ആളുകൾക്കുണ്ട്. അവർക്ക് കൂടുതൽ വൈഷമ്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. കൂടുതൽ ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങളെ വെല്ലുവിളിച്ച് അതിജീവിക്കുന്നവരാണ് ഈ വികലാംഗർ. അത് അവർ മനസ്സിലാക്കണം. അവർക്ക് ഒരു ഹൃദയമുണ്ട്, മനസ്സുണ്ട്. അവർക്കൊരു ഹൃദയവും മനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഇതാണ്, ഇതെല്ലാം അതിജീവിച്ച് അവർ ജനിച്ചപ്പം മുതൽ ഈ മരിക്കുന്നത് വരെ ഈ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളും, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രഷറും ഇതെല്ലാം അതിജീവിച്ചാണ് അവർ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം അവർ ഓർക്കണം.